ഹലോ ഗൈസ്, ഇന്നത്തെ നമ്മുടെ റിവ്യൂ നമ്മുടെ ഷീജയുടെ കാവോ ബ്രാൻഡിൻ്റെ കുറച്ച് പ്രോഡക്റ്റ്സ് ആണ്. നിങ്ങൾക്ക് ഓൾറെഡി അറിയാം, നമ്മുടെ ഷീജ മെയിനായിട്ട് ഡ്രൈ നട്ട്സ് ആണ് സെല് ചെയ്യുന്നത്. അതായത് നമ്മുടെ കാഷ്യൂ നട്ട്, പിസ്ത, പിന്നെ ബദാം, പിന്നെ വാൾനട്ട്, അങ്ങനെ പിസ്ത ഷെല്ലുള്ളത് ഒക്കെ കാണിച്ചു തരാം. ഇതല്ലേ പിസ്ത ഷെല്ലുള്ളത്, ഷെല്ലില്ലാത്തത്, അങ്ങനെ ഒരുപാട് നട്ട്സാണ് നമ്മുടെ ഷീജ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ ഷീജയുടെ കയ്യിൽ പുതിയതായിട്ട് കുറച്ചധികം പുതിയ പ്രോഡക്ട്സ് കൊണ്ടുവന്നിട്ടുണ്ട്. അത് മറ്റൊന്നുമല്ല, ഇപ്പോൾ ഭയങ്കര ട്രെൻഡിങ് ആയിട്ടിരിക്കുന്ന നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സ് ആണ്. ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ ഒരു വൻ ശേഖരം തന്നെ നമ്മുടെ ഷീജയുടെ കയ്യിലുണ്ട്. പൊതുവെ ഗൾഫിലാണ് ഈ നട്ട്സും ഡ്രൈ ഡേറ്റ്സും ഒക്കെ വിൽക്കുന്ന കടയിൽ ഇങ്ങനെ ഡ്രൈ ഫ്രൂട്ട്സ് കണ്ടേക്കുന്നത്. അതുപോലെ വൻ ഒരു ശേഖരം തന്നെ ഷീജയുടെ കയ്യിലുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് നിങ്ങളെ പരിചയപ്പെടുത്താം. ആദ്യത്തെ ഡ്രൈ ഫ്രൂട്ടാണ് ക്രാൻബെറി. ക്രാൻബെറി എത്ര പേര് കേട്ടിട്ടുണ്ടെന്ന് അറിയില്ല. ഇത് സ്പെഷ്യലി ലേഡീസിന് നമ്മുടെ യൂട്രസ് റിലേറ്റഡ് ഇഷ്യൂസിനൊക്കെ ഭയങ്കര നല്ലതാണ്. യൂറിൻ ഇൻഫെക്ഷനൊക്കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്രാൻബെറി ജ്യൂസ് അല്ലെങ്കിൽ ഫ്രഷ് ക്രാൻബെറി അല്ലെങ്കിൽ ഡ്രൈ ക്രാൻബെറി കഴിക്കാനാണ് പറയുക. പെട്ടെന്ന് തന്നെ UTI ഒക്കെ മാറും. കണ്ടില്ലേ, ഇങ്ങനെയാണ് നമ്മുടെ ക്രാൻബെറി ഇരിക്കുന്നത്. നല്ല ചുമന്ന കളറിലുള്ള ഒരു ഫ്രൂട്ടാണ്, കണ്ടോ, നല്ല സ്വീറ്റും. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ക്രാൻബെറി പ്രത്യേകിച്ച് ലേഡീസിന് UTI അല്ലെങ്കിൽ യൂട്രസ് റിലേറ്റഡ് ഇഷ്യൂസിനൊക്കെ ഭയങ്കര ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ളൊരു സംഭവമാണ് നമ്മുടെ ക്രാൻബെറി. അപ്പോൾ എല്ലാവരും വാങ്ങി ഒന്ന് ട്രൈ ചെയ്ത് നോക്കോളൂ. പിന്നെ നമ്മുടെ ഗ്രേപ്സിൻ്റെ ഒരു 3-4 ടൈപ്പ് തന്നെ ആളുടെയിലുണ്ട് കേട്ടോ. ഇത് സീഡ്ലെസ് ബ്ലാക്ക് ഗ്രേപ്പ്, പിന്നെ ഇത് സീഡഡ് അഫ്ഗാൻ ഗ്രേപ്പ്, പിന്നെ ഇത് സീഡഡ് സാദാ ബ്ലാക്ക് ഗ്രേപ്പ്. അപ്പോൾ എല്ലാം കാണിച്ചു തരാവേ. എനിക്കാണെങ്കിൽ ഉണക്കമുന്തിരി വെറുതെ ഇരുന്ന് കഴിക്കാൻ ഭയങ്കര ഇഷ്ടം. കണ്ടോ, ഇതിനകത്തെ ആ സീഡും കൂടി ഇരുന്ന് കഴിക്കാൻ നല്ല നല്ല ടേസ്റ്റാണ്. സീഡഡ് അഫ്ഗാൻ ഗ്രേപ്പ് ഇതുണ്ടോ, നല്ല വലുപ്പമുള്ള ഗ്രേപ്പാണ്, നല്ല മധുരം. ശരിക്കും ഷുഗർ ക്രീവിംഗ് ഒക്കെ വരുമ്പോൾ ശരിക്കും 1-2 എടുത്ത് കഴിച്ച് കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റാണ്. പിന്നെ പ്രത്യേകിച്ച് ഇപ്പോൾ നോമ്പൊക്കെ വരെയല്ലേ, അപ്പോൾ ഡ്രൈ ഫ്രൂട്ട്സ് എന്തായാലും നിങ്ങളുടെ നോമ്പ് തുറക്കി ഇൻക്ലൂഡ് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. പിന്നെ ഒരു കിടക്കാച്ചി സാധനം എന്താണെന്നറിയോ, നിങ്ങളെ കാണിച്ചു തരാം. അയ്യോ, എലി കരണ്ടിയതല്ല, ഞാൻ കഴിച്ചതാണ്. എന്നാൽ ഫുള്ള് കാണിച്ചു തരാം. ഇത് കണ്ടാ, ഇത് ഭംഗിയാ, നോക്കി കാണുന്നുണ്ടോ, നമ്മുടെ ഡ്രൈ കിവി. ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഗൾഫിലൊക്കെ കണ്ടിട്ടുള്ളൂ, നാട്ടിൽ അത്ര കോമൺ ആയിട്ട് കണ്ടിട്ടില്ല. എന്തായാലും ഷീജയ്ക്ക് ഇത് നല്ല ബിസിനസ് ഉണ്ടെന്നാണ് ഷീജ പറഞ്ഞത്. ഇത് ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ചില സമയത്ത് ഭയങ്കരമായിട്ട് മധുരം കഴിക്കാൻ തോന്നും. എന്നാൽ ചോക്ലേറ്റ്, ഷുഗർ അങ്ങനത്തെ സംഭവങ്ങളൊന്നും കഴിക്കണ്ടെന്ന് തോന്നുമ്പോൾ എടുത്ത് ഒരേ കടി കടിച്ച്, നല്ല ടേസ്റ്റാണ്. ഒരേ കടിയെടുത്ത് എടുത്ത് വയ്ക്കുന്നതാണ് ഈ എലി കരണ്ടി പോലെ ഇരിക്കുന്നത്. അപ്പോൾ വേറെയും കുറച്ച് ഫ്രൂട്ട്സ് ഉണ്ട്, ഞാൻ കാണിച്ചു തരാവേ. സീൽ ചെയ്യാൻ പറ്റുന്ന പാക്കറ്റിലാണ് വരുന്നത്. വേറൊരു എലി കടിച്ച സംഭവം. ഇതെന്താണെന്ന് മനസ്സിലാവുന്നുണ്ടോ? മാങ്ങ, നമ്മുടെ ഡ്രൈ മാംഗോ ആണ്. കാണുന്നുണ്ടോ, ഭയങ്കര ഫൈബർ നന്നായിട്ടുണ്ട്, നല്ല മധുരം. നമുക്ക് ചുമ്മാ ഇരുന്ന് ഇങ്ങനെ കഴിക്കാം. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ആക്ച്വലി ഷുഗേഴ്സൊക്കെ കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഒരു ഷുഗർ ക്രേവിങ് തോന്നുമ്പോൾ ഞാൻ ഇങ്ങനെ എടുത്തിട്ട് ചെറിയ 2-3 കടി എടുത്തിട്ട് ഞാൻ തിരിച്ച് ഇതിനകത്ത് വയ്ക്കും. അപ്പോൾ ദിസ് ഇസ് മാംഗോ. പൈനാപ്പിൾ, ഒരു മിനിറ്റ് ഫുള്ള് കാണിച്ചു തരാം. ഇത് കണ്ടോ, നല്ല ചങ്കി പീസ് ഓഫ് പൈനാപ്പിളാണ്, ഭയങ്കര ടേസ്റ്റാണ്. ഇത് കണ്ടോ. അപ്പം ഈ ചോക്ലേറ്റും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ മധുരം കഴിക്കുന്നതിന് പകരം എന്തുകൊണ്ട് ഹെൽത്തി ഇതാണ് കേട്ടോ. ഉണ്ടോ, നമ്മുടെ ക്രേവിങ് മാറും എന്നത് മാത്രമല്ല, നമുക്ക് എന്തോ സംഭവം നല്ല ടേസ്റ്റി ആയിട്ട് എന്തോ ഒരു സംഭവം കഴിച്ചു എന്നുള്ളൊരു ഫീലാണ്. അപ്പം പറഞ്ഞു വന്നത്, നാട്ടിൽ ഡ്രൈ ഫ്രൂട്ട്സ് കിട്ടാനില്ല എന്ന് പറയുന്നവർ ധൈര്യമായിട്ട് നമ്മുടെ കാവോ ബ്രാൻഡ്, നമ്മുടെ ഷീജേനെ കോൺടാക്ട് ചെയ്താൽ മതി. ഡ്രൈ ഫ്രൂട്ട്സും ഡ്രൈ നട്ട്സും ഷീജേനെ കഴിഞ്ഞുള്ളൂ. അപ്പോൾ എല്ലാവരും ഷീജയുടെ കുറച്ച് പ്രോഡക്ട്സ് വാങ്ങി ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. അപ്പോൾ മറ്റൊരു റിവ്യൂ ആയിട്ട് വരുന്നവരെ ബൈ.